പുഷ്പ 2 റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട യുവതി മരിച്ചതിൽ നടൻ അല്ലു അർജുൻ ചോദ്യം ചെയ്യലിന് ഹാജരായി. ചിക്കട്പള്ളി സ്റ്റേഷനിലാണ് അല്ലു അർജുൻ ഹാജരായത്. വൻ സുരക്ഷയാണ് സ്റ്റേഷനിൽ ഒരുക്കിയത്. എ.പി. നദീറ നമുക്കൊപ്പം. എ.പി. നദീറ, കൃത്യസമയത്ത് തന്നെ അല്ലു അർജുൻ സ്റ്റേഷനിലെത്തിയോ? കൃത്യസമയത്ത് തന്നെ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ചിക്കട്പള്ളി പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം 11:10 പ്രവേശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് 11 മണിക്ക് ഹാജരാവാനാണ് ആവശ്യപ്പെട്ടത്. എന്തായാലും അഭിഭാഷകരുടെയും അതുപോലെ തന്നെ പിതാവ് അല്ലു അരവിന്ദന്റെയും കൂടെയാണ് അദ്ദേഹം ഈ ചിക്കട്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് വാഹനം ഓടിച്ചു കയറിയത്. പക്ഷെ അല്ലു അർജുനെ മാത്രമാണ് പോലീസ് അകത്തേക്ക് കയറ്റിക്കൊണ്ടുപോയത്. അദ്ദേഹത്തിന് മാത്രമാണ് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാം പുറത്തെ കാത്തിരിക്കുകയാണ്. അല്ലു അർജുനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഈ ചോദ്യം ചെയ്യൽ. കാരണം കിട്ടാവുന്നിടത്തോളം തെളിവുകൾ അല്ലു അർജുനെതിരെ ശേഖരിച്ചുകൊണ്ടാണ് പോലീസ് ഈ ചോദ്യം ചെയ്യലിന് ഇദ്ദേഹത്തെ വിളിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പോലീസ് പുറത്തുവിട്ടത് 10 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആയിരുന്നു. ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ 1000ഓളം ക്ലിപ്പുകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ. അത്രയും പണിപ്പെട്ടുകൊണ്ട് മെനക്കെട്ടുകൊണ്ട് പോലീസ് അത് തയ്യാറാക്കണമെങ്കിൽ അല്ലു അർജുനെ കുരുക്കുക എന്ന ലക്ഷ്യം തന്നെയാണുള്ളത്. മുഷീറാബാദ് മെട്രോ സ്റ്റേഷൻ മുതൽ ഈ സന്ധ്യ തിയേറ്റർ വരെ അല്ലു അർജുൻ സൺറൂഫ് തുറന്ന് ആരാധകരെ കൈവീശിക്കൊണ്ട് സഞ്ചരിച്ച് വിലക്കുകൾ ലംഘിച്ച് ഈ തിയേറ്ററിനകത്തേക്ക് വന്ന ദൃശ്യങ്ങളും ഉൾപ്പെടെ അദ്ദേഹം തിയേറ്ററിൽ നിന്ന് തിരിച്ച് അർദ്ധരാത്രി 1 മണിക്ക് തിരിച്ചു പോകുന്നതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ അടങ്ങുന്ന 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ക്ലിപ്പായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ CV ആനന്ദ് തന്നെ പുറത്തുവിട്ടത്. ഇതിലൂടെ പോലീസ് സമർത്ഥിക്കാൻ ശ്രമിച്ചത് അല്ലു അർജുൻ പറയുന്ന പോലെയല്ല കാര്യങ്ങൾ. അദ്ദേഹം തെറ്റു ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കാരണമാണ് ഈ യുവതിക്ക് ദാരുണാന്ത്യം സംഭവിച്ചതും മകന് ഇത്തരത്തിൽ ഗുരുതര പരിക്കേറ്റ് കോമ സ്റ്റേജിൽ ആശുപത്രിയിൽ കഴിയേണ്ട അവസ്ഥ ഉണ്ടായതുമെന്നാണ്. എന്തായാലും ചോദ്യം ചെയ്യലിൽ ഇക്കാര്യങ്ങൾ അല്ലു അർജുനെ ബോധ്യപ്പെടുത്തും. അല്ലു അർജുൻ തിരിച്ച് അദ്ദേഹത്തിന്റെ ഭാഗങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കും. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അനുമതി ലഭിച്ചിരുന്നു. അനുമതി കൂടിയാണ് അവിടെ ചെന്നത്. ആരും തന്നെ തടയാൻ ശ്രമിക്കാത്തത് അതുകൊണ്ടായിരുന്നു. പോലീസിനെ അങ്ങനെയെങ്കിൽ തന്നെ തടഞ്ഞൂടായിരുന്നു എന്നൊക്കെയായിരുന്നു അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി ചോദിച്ചത്. എന്തായാലും പൊതുജന മധ്യത്തിൽ പോലീസ് ആവട്ടെ അല്ലു അർജുൻ ആവട്ടെ അവരുടെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ തന്നെയായിരിക്കും അല്ലു അർജുൻ പോലീസ് സ്റ്റേഷനിലും ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ വിശദീകരിക്കാൻ പോവുക. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണം. അല്ലു അർജുന് ലഭിച്ചിരിക്കുന്ന ഇടക്കാല ജാമ്യം റദ്ദാക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. അതിനുവേണ്ടി തെലങ്കാന ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നിന്നാണ് ഇടക്കാല ജാമ്യം ലഭിച്ചത്. ഇനി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയോ അല്ലെങ്കിൽ മുകളിലേക്കുള്ള കോടതിയിലേക്ക് സുപ്രീം കോടതിയിലേക്കോ പോയി അല്ലു അർജുന്റെ ജാമ്യം റദ്ദാക്കുക എന്ന നടപടിയിലേക്കാണ് ഈ ഹൈദരാബാദ് പോലീസ് കടക്കാൻ പോകുന്നത്. അതിന്റെ ആദ്യ പടിയായാണ് ചിക്കട്പള്ളി പോലീസ് ഇപ്പോൾ നടനെ ചോദ്യം ചെയ്യുന്നത്.